എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചിയോട് ഒരു ദിവസം ഞാൻ വീടെല്ലാം നന്നായിട്ട് വൃത്തിയാക്കാനായിട്ട് ആവശ്യപ്പെട്ടു. എല്ലാ റൂമുകളും ബാത്റൂമുകളും ഒക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അന്ന് ചേച്ചി എല്ലാവരും നന്നായിട്ട് ക്ലീൻ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഞാൻ എപ്പോഴൊക്കെ ടോയ്ലറ്റിലേക്ക് കയറുന്നു അപ്പോഴെല്ലാം ബാത്റൂമിൻ്റെ ആ ഒരു ഫ്ലോറ് വളരെ മലിനമാകുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. കാരണം എൻ്റെ കാലിൽ നിന്ന് ധാരാളം പൊടിയും ചെളിയൊക്കെ ആ ഫ്ലോറിലേക്ക് പറ്റിപ്പിടിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു വീടിൻ്റെ എല്ലാ റൂമുകളും വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ടോയ്ലറ്റും വൃത്തിയാക്കിയ സ്ഥിതിക്ക് ആ ഫ്ലോറിൽ അങ്ങനെ ചെളി വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു സംശയം മാറ്റുന്നതിന് വേണ്ടി ചേച്ചിയോട് ചോദിച്ചു, വീട് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ക്ലീൻ ചെയ്തിരുന്നു എന്ന്. ചേച്ചി എനിക്ക് നല്ല വിശ്വാസമായതുകൊണ്ട് തന്നെ അത് ഞാൻ വിശ്വസിച്ചു. പക്ഷേ എൻ്റെ കണ്ണിൽ കണ്ട ഈ ഒരു കാഴ്ച എന്നെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുകയും ചെയ്തു. കാരണം ഞാൻ എപ്പോഴൊക്കെ ബാത്റൂമിൻ്റെ ഫ്ലോറിൽ ചവിട്ടുന്നു അപ്പോഴെല്ലാം ഈ ബാത്റൂം വല്ലാതെ മലിനമാകുന്നുണ്ട്. എൻ്റെ കാലിൽ നിന്നാണ് ഈ പൊടി വരുന്നത്. എല്ലാ റൂമുകളും ക്ലീൻ ആണെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. എന്നാൽ പിന്നീട് ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ടോയ്ലറ്റിൻ്റെ വാതിൽക്കൽ കിടന്ന ചവിട്ടി അത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിലുള്ള പൊടിയാണ് ഞാൻ ഓരോ തവണ കയറുമ്പോഴും എൻ്റെ കാലിൽ പറ്റിയിട്ട് ആ ഫ്ലോറിലേക്ക് പടർന്നുകൊണ്ടിരുന്നത്. ചിലപ്പോഴെങ്കിലും നമ്മളൊക്കെ ചിന്തിക്കാറില്ലേ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ നല്ല നീറ്റാണെങ്കിൽ, അവരൊക്കെ നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരൊക്കെ നല്ലവരാണെങ്കിൽ ഞാനും നന്നായി തന്നെ ഇരിക്കും, ഞാനും നല്ലവരായി തന്നെ അല്ലെങ്കിൽ നല്ലവനായി തന്നെ മുന്നേറാനായിട്ട് എനിക്ക് സാധിക്കും. എൻ്റെ സ്വഭാവത്തിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ചുറ്റുവട്ടത്തുള്ളവരുടെ സ്വഭാവങ്ങളാണ് എന്നെ മലിനപ്പെടുത്തുന്നതെന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യാനായിരിക്കും ആഗ്രഹിക്കുക. അതുകൊണ്ട് അവർക്ക് എപ്പോഴും നമ്മൾ കറക്ഷൻ കൊടുത്ത് അവരെ നന്നാക്കിയാൽ ഞാൻ നന്നാവുമെന്നൊരു തെറ്റായ ചിന്തയിൽ ജീവിക്കാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും നന്നായാലും നമ്മളാവുന്ന ഒരു ചവിട്ടിയിലുള്ള പൊടിയിലൂടെ അവരുടെ സ്വഭാവം കടന്നു വരുമ്പോൾ നമുക്ക് അവരെല്ലാവരും മോശം ആയിട്ടുള്ളവരായിട്ട് തോന്നാറുണ്ട്. തീർച്ചയായും നമ്മുടെ ചില മുൻകോപങ്ങൾ, ചില പിടിവാശികൾ, ചില കുറ്റം പറയുന്ന ശീലങ്ങൾ, ഇതൊക്കെ മറ്റുള്ള വ്യക്തികൾ എത്ര തന്നെ നല്ലവരാണെങ്കിലും നമ്മുടെ ഈ ഒരു സ്വഭാവം നിലനിൽക്കുന്നിടത്തോളം കാലം അവരെത്രമാത്രം നന്നായാലും നമുക്ക് അവരിലെ നന്മ കാണാനോ അവരിലെ ഒരു നല്ല ശീലങ്ങളെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പതിപ്പിക്കാനും നമുക്ക് സാധിക്കില്ല. പകരം നമ്മളാകുന്ന ഈ ഒരു ചവിട്ടിയിൽ കൂടെ, ആ ഒരു പൊടിപടലങ്ങളിൽ കൂടെ കടന്നു വരുമ്പോൾ അവരുടെ സ്വഭാവങ്ങളും നമ്മൾ തെറ്റിദ്ധരിക്കാനായിട്ട് ഇടവരാറുണ്ട്. അതുകൊണ്ട് എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് നമുക്ക് ആദ്യമേ ഒന്ന് ചിന്തിക്കാം. നമ്മളാകുന്ന ചവിട്ടികളിലെ പൊടി ആദ്യമേ തട്ടിക്കളയാനായിട്ട് പരിശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരുടെ നന്മയെ നമുക്കും ഉൾക്കൊള്ളാനും നമ്മുടെ ചുറ്റുവട്ടം നന്നാകുന്നതോടൊപ്പം നമ്മളും കൂടി നന്നായാൽ മാത്രമേ മൊത്തത്തിലൊരു പരിവർത്തനം നടത്തൂ എന്നുള്ള ഒരു വലിയ ബോധ്യത്തോടു കൂടി മുന്നേറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.